എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലി രാവിലെ തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മദ്യം. അപ്പോൾ വല്യപ്പച്ചൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ കുടിമത്സരം നടക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ 2 ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിലുള്ളത് അപ്പച്ചൻ വേണമെങ്കിൽ എടുത്തോ എന്ന് പറയും സ്റ്റാൻലി. അപ്പോൾ ഞാൻ വന്ന് കമ്പനി തരുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇത് ഒഴിച്ച് വെച്ചത് എന്ന് വല്യപ്പച്ചൻ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അല്ല, ഒന്ന് തീരുമ്പോൾ അടുത്തത് പെട്ടെന്ന് തന്നെ എടുത്തടിക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയ്ക്ക് പോലും ക്ഷമയില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, അതിനിങ്ങനെ 2 ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കണോ, കുപ്പിയിൽ നിന്ന് അങ്ങ് എടുത്ത് ഒഴിച്ചാൽ പോരെ എന്ന് പറയേ. പിന്നീട് ചോദിക്കുകയാണ്, നീ അലീനയുമായിട്ട് വഴക്കിട്ടോന്ന്. അപ്പോൾ ആ വഴക്കിട്ടു. വഴക്കിടാതെ പിന്നെ അവൾക്ക് ഒരു എല്ല് കൂടുതലാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് സ്റ്റാൻലി ആണെങ്കിൽ. ഞാൻ അവളോട് പറഞ്ഞതാണ് അടുക്കളയിൽ ഒരു പ്രശ്നത്തിനും പോവരുത് എന്ന്. എന്നിട്ട് പിന്നെ അവിടെ പോയി പൗലോസിനോട് വഴക്കിട്ടിരിക്കുന്നു എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് വല്യപ്പച്ചൻ പറയുന്നത്. ആ മീൻ അവൻ മുറിച്ച് വെച്ചിരിക്കുന്നത് കണ്ടതല്ലേ നീയും, അപ്പോൾ ഞാനും അതിന് അവനെ വഴക്ക് പറഞ്ഞല്ലോ എന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ അപ്പച്ചന് പറയാം, അപ്പച്ചൻ പ്രായമായ ആളല്ലേ, അതുപോലെയാണോ അലീന എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പച്ചൻ എങ്ങനെ എൻ്റെ അപ്പനാണെന്ന് പൗലോയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയും. അതുപോലെയാണോ 23 വയസ്സായ ഒരു പെൺകുട്ടി അവനോട് തർക്കിക്കാൻ ചെല്ലുന്നത്, അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് പോലും ശ്രദ്ധിക്കാതെയാണ്, അത്രയ്ക്കാണ് അവൾ ഇങ്ങനെ അവനോട് ഫയർ ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ആ ഫയറിങ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അലീന പറഞ്ഞത് അവൻ അനുസരിച്ചില്ലെങ്കിൽ അപ്പോൾ അവൻ്റെ കരണത്ത് അടി വീണേനെ എന്നിങ്ങനെ വല്യപ്പച്ചനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ വല്യപ്പച്ചനോട് അപ്പോൾ വല്യപ്പച്ചൻ അത് പറഞ്ഞ സമയത്ത് സ്റ്റാൻലിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നാലും ഒരു 23 വയസ്സായ ഒരു പെൺകുട്ടി ഇങ്ങനെ അവനോട് ധിക്കരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവളത് പറഞ്ഞതിൻ്റെ ആ അഹങ്കാരത്തിൽ അവൻ ചെയ്തതായിരിക്കും ചിലപ്പോൾ അതൊക്കെയെന്ന് പൗലോസിനെ സപ്പോർട്ട് ചെയ്താണ് സ്റ്റാൻലി സംസാരിക്കുന്നത് കേട്ടോ. പിന്നീട് സ്റ്റാൻലി ആണെങ്കിലും വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പെണ്ണുങ്ങളൊക്കെ എന്താ എപ്പോഴും ഇങ്ങനെ പുരുഷന്മാരുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അവരുടെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും ഒന്നും വാക്ക് കേൾക്കില്ല, അവരെയൊക്കെ ധിക്കരിക്കണം അവർക്ക്, അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പച്ചൻ്റെ ചിഹ്നം അങ്ങനെയായിരുന്നോ എന്നിങ്ങനെ വല്യപ്പച്ചനോട് ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ തിരിച്ച് സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മയെ നിനക്കറിയത്തില്ലായിരുന്നോടാന്ന്. അപ്പോൾ അപ്പച്ചനോട് ഇതുവരെ ഇങ്ങനെ വഴക്കിടുന്നതും അമ്മച്ചി വഴക്കിടുന്നതും ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കേട്ടോ സ്റ്റാൻലി പറയുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, അവൾക്കും പരാതിയും പരിഭവമൊക്കെ ഉണ്ടായിരുന്നു, അവൾ കിടക്കാൻ ചെല്ലുന്ന സമയത്താണ് എന്നോട് അതെല്ലാം പറഞ്ഞിരുന്നത്, ഞാൻ അതെല്ലാം കേട്ടുകൊണ്ട് മൂളിക്കൊണ്ട് കിടക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പക്ഷേ ഈ ചിന്നമ്മ അങ്ങനെയല്ല, അവൾ കണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ വെട്ടി തുറന്നങ്ങ് പറയും, അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൾ ഇങ്ങനെ ചങ്കിൽ തീയുള്ള പെണ്ണാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ ആ സ്വഭാവം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് വല്യപ്പച്ചൻ. അപ്പോൾ പൗലോസ് ആണെങ്കിലും നിന്നെ അനുസരിക്കുന്ന പോലെ ഇങ്ങനെ നിന്റെ മകളെ അനുസരിക്കേണ്ടേ, ആ വില അവൻ ഇങ്ങനെ അവൾക്ക് കൊടുത്തില്ലല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം, ഇങ്ങനെയാണോ അവൾ വിലയുണ്ടാക്കുന്നത്, അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് ലോകരാജ്യങ്ങൾ കാണണമെങ്കിൽ അവിടെ എല്ലാം കൊണ്ടുപോകാം, എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്കതൊന്നും വേണ്ട, ഈ ഇങ്ങനെ അടുക്കളയിൽ കയറി അവിടെ ഭരിച്ച് മിച്ചം കിട്ടുന്ന ആ പണം മതി എന്നാണ് അവൾ പറയുന്നതെന്ന് പറയുമ്പോൾ, നീ അതങ്ങ് വിട്ടുകൊടുക്ക് എന്നിങ്ങനെ അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഞാനിങ്ങനെ ഇവിടുത്തെ ജോലിക്കാരെല്ലാം ഒഴിവാക്കി അവളുടെ ഇഷ്ടത്തിന് അത് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ 1-2 വർഷം കഴിഞ്ഞാൽ അലീന കല്യാണം കഴിച്ച് പോകുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, എനിക്ക് എൻ്റെ വായിക്ക് രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുന്ന കുക്കിനെ പിന്നെ ഞാൻ എവിടെ പോയി ഇങ്ങനെ കണ്ടെത്തും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എത്രയോ വർഷമായി പൗലോസ് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഇവിടെ എത്രയോ ഗെറ്റ് ടുഗദർ നടന്നപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് പൗലോസാണ്, എന്നിട്ട് ആരും ഇതുവരെ ഒരു മോശമൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങളിപ്പോൾ വഴക്കുണ്ടാക്കിയിട്ട് ആരാ അപ്പോൾ അതിൽ അപ്പനാണോ മോളാണോ ജയിച്ചത്? അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾ എന്നെ പഠിപ്പിക്കാൻ വരികയാണ് എന്ന് പറയൂ കേട്ടോ. എനിക്കിങ്ങനെ എന്നെ ആരും കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് അപ്പച്ചൻ അറിയത്തില്ലേ, അപ്പോൾ ഞാൻ ഓരോന്ന് പറയുന്ന സമയത്ത് അവൾ മറ്റ് പല കാര്യങ്ങളുമാണ് എന്നോട് പറയുന്നത്. നമ്മളിവിടെ സുഭിക്ഷമായിട്ട് കഴിഞ്ഞിരുന്ന സമയത്തൊക്കെ അവൾ ഇങ്ങനെ 23 വർഷം അനാഥാലയത്തിൽ എച്ചിൽ പോലും ഇങ്ങനെ ആ സമയത്ത് അവൾക്ക് കഴിക്കാൻ കിട്ടിയില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ പിന്നെ ഒന്നും അവളോട് എനിക്ക് പറയാൻ തോന്നിയില്ല എന്ന് പറയും കേട്ടോ. അതെൻ്റെ തെറ്റാണോ അപ്പച്ച എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, പോട്ടെ ലാലിച്ച, അപ്പോൾ നിനക്ക് അവളോട് ഇങ്ങനെ പറയായിരുന്നില്ലേ, നമ്മളതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മോളെ എന്ന് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതും പറയാൻ തോന്നിയില്ല, അവൾ 23 വർഷം അനുഭവിച്ച കാര്യമല്ലേ അത്, ഇതിപ്പോൾ 23 വർഷം ജയിലിൽ കിടന്നതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതെന്തേലും തെറ്റ് ചെയ്തിട്ടാണല്ലോ എന്ന് ഇങ്ങനെ ഓർക്കാം, പക്ഷേ ഇത് അതുപോലെ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് അപ്പച്ചനൊന്ന് സമാധാനിപ്പിക്കും, അതൊക്കെ പോട്ടെ എന്ന് പറയും. എന്നിട്ട് വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, നിന്റെ മകള് ഒരു അനീതിക്കും ഒന്നും കൂട്ടു നിൽക്കുന്നവളല്ല, അവളുടെ മനസ്സിൽ ആത്മാർത്ഥതയും നന്ദിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയൂട്ടോ. അങ്ങനെയുള്ള ഒരു മക്കളെയല്ലേ അപ്പന്മാരെ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, നിങ്ങളുടെ 2 പേരുടെയും പിണക്കം തീർക്കാൻ ഞാനല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ടിയിട്ട് അപ്പച്ചൻ അവളോട് സംസാരിക്കേണ്ട എന്നൊക്കെ സ്റ്റാൻലി
സ്റ്റാൻലി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയാം. അങ്ങോട്ടേക്ക് ചെല്ല്, ഇങ്ങനെ കുട്ടിച്ചായനെ ചിന്നമ്മ ഇങ്ങനെ ചുരുട്ടി കയ്യിൽ വെച്ചിരുന്നു ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വല്യപ്പച്ചൻ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വല്യപ്പച്ചനാണെങ്കിലും അലീന എന്ന് വിളിക്കുമ്പോൾ അലീന അവിടെ നിന്ന് അങ്ങ് എണീക്കുകയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ടേബിളിൽ തല വെച്ച് കിടക്കായിരുന്നു. അപ്പോൾ എന്താ മോളെ നീ അവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ കാണുമ്പോൾ വല്യപ്പച്ചന് അലീന കരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്താ മോളെ കരഞ്ഞോ എന്ന് ചോദിക്കും. ഇല്ല വല്യപ്പച്ച, അത് ഞാൻ 2-3 പ്രാവശ്യം തുമ്മിയത് കൊണ്ടാണെന്ന് പറയട്ടോ, കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്ന അതെന്താന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് കേട്ടോ അലീന അത് പറയുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ പറയും, ഈ തുമ്മൽ ഞാൻ കുറേ കണ്ടതാ, മോളെ സത്യം പറയും എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വല്യപ്പച്ചനോട് അലീന പറയുന്നുണ്ടായിരുന്നു, പപ്പ എന്നെ ഇവിടെ വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ അവൻ വഴക്ക് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അവൻ്റെ അപ്പനായ എന്നെപ്പോലും അവൻ വഴക്ക് പറയാറുണ്ട്, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ മിലിറ്ററിയിലായിരുന്ന സമയത്ത് അവനെല്ലാവരും അനുസരിച്ചുകൊണ്ടല്ലേ നിന്നിരുന്നത്, അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ അലീന പറയുകയാണ്, അവിടെ ഇങ്ങനെ കേണലിൻ്റെ മുകളിലും വലിയ ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെ ഈ ലാലിച്ചൻ കേണൽ അനുസരിച്ചുകൊണ്ട് നിന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, നീ ആള് കൊള്ളാലോടി, കൈ തരുമെന്ന് പറയുമ്പോൾ വേണ്ട എന്നെ കളിയാക്കാനല്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയൂ കേട്ടോ അലീന. പിന്നീട് പറയുകയാണ്, അപ്പോൾ ഇപ്പോൾ റിട്ടയർഡായി, ആ യൂണിഫോം ഊരി വെച്ചു, എന്നാലും ആ കേണലിൻ്റെ അതങ്ങ് വിട്ടിട്ടില്ല, അപ്പോൾ അതൊന്നും ലാലിച്ചൻ കേണലിന് ഇങ്ങനെ വല്യപ്പച്ചൻ്റെ മോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീന കളിയാക്കിക്കൊണ്ട്. എന്നിട്ട് പറയുകയാണ്, മോളെ അവനതൊന്നും ഇഷ്ടമല്ല, അവനിങ്ങനെ ആരും ഇങ്ങനെ ഉപദേശിക്കുന്നതോ അതൊന്നും അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ വഴക്കിനൊന്നും പോവാൻ നിൽക്കണ്ട, നീ ഇങ്ങനെ പൗലോസിനോട് വഴക്കിന് പോയതൊന്നും അവന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നോടുള്ള ദേഷ്യത്തിന് അവൻ ഇപ്പോൾ അരക്കുപ്പി കുടിച്ച് തീർത്തു എന്ന് പറയുമ്പോൾ, അരക്കുപ്പിയെ കുടിച്ച് തീർത്തുള്ളൂ, എന്നാൽ പിന്നെ ഒരു കുപ്പി ദേഷ്യം കൂടെ അങ്ങ് എടുത്ത് കൊടുക്കായിരുന്നില്ല, അങ്ങ് കുടിച്ച് തീർക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ വല്യപ്പച്ചനോട് പറയുകയാണ് കേട്ടോ. അലീന അത് പറയുമ്പോൾ വല്യപ്പച്ചന് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് അലീനയോട്, ഇങ്ങനെയാണെങ്കിൽ അവൻ നിന്നെ ഇവിടുന്ന് നാട് കടത്തുമെന്ന്. അപ്പോൾ അലീന പറയും, ഇങ്ങോട്ട് വരട്ടെ നാട് കടത്താൻ, ഞാൻ ഇവിടുന്ന് നാട് കടക്കാൻ റെഡി ആയിട്ട് നിൽക്കല്ലേ, എന്ത് വന്നാലും ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. ഇന്ന് രാവിലെ വരെ ഞാൻ വിചാരിച്ചിരുന്നത് മറ്റെവിടെയെങ്കിലും ജോലി കണ്ടെത്തി പോവാന്നാണ്, പക്ഷേ ഞാൻ എൻ്റെ തീരുമാനം അങ്ങ് മാറ്റി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താ തീരുമാനം മാറ്റാൻ കാരണം എന്ന് വല്യപ്പച്ചൻ ചോദിക്കുമ്പോൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും ഞാനിവിടെ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും, ഇവിടെ കുറച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചൊരു കേണലുണ്ട്, അതിന് പറ്റിയ കുറച്ച് വൃത്യകിങ്കരന്മാരും ഉണ്ട്, അവരെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാനും ഇങ്ങനെ കേണലും കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വല്യപ്പച്ചൻ ആരുടെ കൂടെ നിൽക്കും എന്നിങ്ങനെ വല്യപ്പച്ചനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ലാലിച്ചൻ്റെ കൂടെയാണ് നിന്നത്, ഇനിയിപ്പോൾ ആരുടെ കൂടെ നിൽക്കണം എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറയുന്നില്ല, വല്യപ്പച്ചന് ഇഷ്ടമുള്ള ആളുടെ കൂടെ നിൽക്കാമെന്ന് പറയുമ്പോൾ, അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പുറത്ത് ചിന്നമ്മ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ചിന്നമ്മയുടെ കൂടെ നിൽക്കാമെന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുകയാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഫൈറ്റ് ചെയ്ത് ഇവിടെ ഉള്ളവരെല്ലാം നമ്മുടെ കൂടെ നിർത്തണം എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കേണലിന് ഭാര്യയും മക്കളൊന്നും ഇല്ലേ, അവരാരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, അതുപോലെ തന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നതും അങ്ങോട്ട് ഫോൺ ചെയ്യുന്നതും ഒന്നും കണ്ടില്ല, ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, അതെല്ലാം ഞാൻ മാന്തി എടുക്കുമെന്ന് പറയുമ്പോൾ, മോളെ നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ, അവൻ്റെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, അവർ അഞ്ചലിൽ സുഖമായിട്ട് ജീവിക്കുന്നു, ലാലിച്ചൻ എവിടെയും സുഖമായിട്ട് ജീവിക്കുകയാണ്, അല്ലാതെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സുഖമായിട്ടുള്ള ജീവിതം, കുറേ പട്ടികളും പിന്നെ എപ്പോഴും മദ്യം കഴിക്കലും, ഇതൊക്കെയാണ് സുഖജീവിതം, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, അതൊക്കെ ഞാൻ മാന്തി എടുക്കുന്നു പറയുമ്പോഴാണ് വല്യപ്പച്ചൻ പറയുന്നത്, പള്ളിക്കാരും സമുദായക്കാരും ഒന്നും നോക്കിയിട്ട് അതിനൊന്നും പറ്റിയിട്ടില്ല, പിന്നെയല്ലേ നീ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കി എടുക്കും എന്നാണ് കേട്ടോ അലീന പറയുന്നത്. പിന്നീട് രാത്രിയിൽ മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അലീന. വിളിച്ചിട്ട് മനുവേട്ടൻ ഇങ്ങനെ തിരക്കാണോ എന്ന് നോക്കി. അപ്പോൾ മനു ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, ഇല്ല തിരക്കില്ലാത്തൊരു സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ, എന്നെ കളിയാക്കുവാണോ, ഞാനിപ്പോൾ ബിസിയാണോ എന്നാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ, ബിസിക്ക് ഞാനിന്ന് ലീവ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് കേട്ടോ മനു പറയുന്നത്. അപ്പോൾ മനുവേട്ടൻ എന്നെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കാതെ കാര്യം പറയുമെന്ന് പറയും. പിന്നീട് അവർ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. മനു ചോദിക്കുന്നുണ്ട്, നിനക്കവിടെ സുഖമാണോ, ഓക്കെ ആണോ, നിനക്കവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ ഒക്കെ എല്ലാം പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്കിവിടെ പ്രത്യേകിച്ചൊരു ജോലിയില്ല, എന്നാലോ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാട് ജോലി ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ പറയാതെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണ് കേട്ടോ. ഞാനിവിടുത്തെ ജോലിക്കാരുമായിട്ട് എന്നും പ്രശ്നമാണ്, അതുപോലെ തന്നെ ഇന്നലെ സ്റ്റാൻലി പാപ്പുമായിട്ട് ഒരു വഴക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നീ എന്തിനാ വെറുതെ അദ്ദേഹത്തിനോട് വഴക്ക് കൂടാൻ പോകുന്നത്, നിൻ്റെ ഇങ്ങനെ പിതാശ്രീ അല്ലേ എന്ന് പറയും. അവിടെ മാതാശ്രീ എനിക്ക് സ്വര്യം തന്നിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കേട് ഇവിടെ പിതാശ്രീയോട് തീർക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ അലീന പറയുകയാണ് കേട്ടോ. അന്യായ കൂടിയാണ്, ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൽ ഇങ്ങനെ പപ്പ ഇങ്ങനെ
കഴിച്ച മദ്യത്തിൻ്റെ കുപ്പിയാണ് നിറയെ കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്നേഹത്തിൽ പറഞ്ഞാൽ ആ കുടിയെല്ലാം മാറ്റിയെടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതൊന്നും പറ്റത്തില്ലാന്ന്, ഒരു രക്ഷയില്ല എന്ന് പറയുകയാണ് കേട്ടോ. പപ്പയ്ക്ക് ആരും അങ്ങോട്ട് ഉപദേശിക്കുന്നതൊന്നും ഇഷ്ടമല്ല, പപ്പേനെ എല്ലാവരും അനുസരിച്ച് നിന്നോണം, അത് ശീലമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയോട് ചോദിക്കുന്നുണ്ട് മനു, പപ്പയ്ക്ക് നിന്നോട് സ്നേഹമല്ലേ എന്ന്. സ്നേഹമൊക്കെ തന്നെയാണ്, ഇവിടുത്തെ പട്ടികളോടും ഭയങ്കര സ്നേഹമാണല്ലോ, പപ്പയ്ക്ക് ഇങ്ങനെ ഞാനിവിടെ തിന്നും കടിച്ച് വെറുതെ ഇരിക്കണം, അപ്പോൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തുരുമ്പടിച്ച് പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ മനുവിനോട് അലീന ചോദിക്കുകയാണ്. അപ്പോൾ അത് ശരിയാണല്ലോ, നിനക്കത് പറ്റത്തില്ലല്ലോ, ഒരു വീട് ഇങ്ങനെ മുഴുവൻ നോക്കി നടത്തിയിരുന്ന ആളല്ലേ, അപ്പോൾ നിനക്ക് കൈയും കെട്ടിയിരിക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ അത് മാത്രമല്ലല്ലോ ബ്രിജിത്താമ്മ നിന്നെ പഠിപ്പിച്ചത് ഇങ്ങനെ സേവനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനു പറയുകയാണ് കേട്ടോ. പിന്നീട് മനു അലീനയോട് ചോദിക്കുന്നുണ്ട് കേണലിൻ്റെ ഭാര്യനെയും മക്കളെയൊന്നും ഇതുവരെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, അപ്പോൾ വല്യപ്പച്ചനാണെങ്കിലും ഒന്നും ചോദിച്ചിട്ടൊന്നും വിട്ട് പറയുന്നൊന്നുമില്ല, ഇതിൻ്റെ ഇടയിൽ എന്തോ ഉണ്ട് എന്നൊക്കെ മനുവിനോട് അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് മനു അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ പപ്പ എന്നെ ഇവിടുന്ന് നാട് കടത്തും, എന്തായാലും ഞാൻ ഇവിടെ വിട്ട് പോവില്ല, ഞാൻ ഇവിടെ തന്നെ പിടിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, അലീനയും മനും പിന്നീടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിന്നെ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരണോ, അങ്ങനെ വരണമെങ്കിൽ ഒരു താലിച്ചരടും കല്യാണ സാരിയും പോരെ, അത്രയും പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മനു കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട്, വൈജയനോട് സംസാരിക്കുന്നുണ്ട്. വൈജയനോട് ചോദിക്കുകയാണ് ആൻറ്റിയുടെ മക്കളും ആങ്ങളമാരും ഒക്കെ ആൻറ്റീനെ എതിർക്കുന്നത് എന്തിനാണെന്ന് ഇതുവരെ ആൻറ്റിക്ക് മനസ്സിലായിട്ടില്ലേ, അതൊന്നും ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിനക്കറിയെങ്കിൽ നീ പറയേ, നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം മനു പറയുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ആൻറ്റിയുടെ പാസ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് എന്ന് പറയേ, അപ്പോൾ എൻ്റെ പാസ്റ്റിന് എന്താ കുഴപ്പം, നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കിളി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയുടെ കാര്യം പറയുന്നുണ്ട്, അലീനേനെ അങ്ങനെ ജീവിതത്തിൽ നിന്ന് ആൻറ്റിക്ക് ഇങ്ങനെ എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയ്ക്കാണെങ്കിലും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് കേട്ടോ മനുവിൻ്റെ സംസാരത്തിൽ. പിന്നീട് വല്യപ്പച്ചനാണെങ്കിലും പുനലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അലീന ഇങ്ങനെ പറയുകയാണ്, വല്യപ്പച്ചൻ ഇവിടുന്ന് പോയാൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയാലോ, ഇങ്ങനെ പപ്പയായിട്ട് ഞാൻ പിണക്കത്തിലാണെന്നുള്ള കാര്യം വല്യപ്പച്ചന് അറിയാലോ എന്നൊക്കെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.